പശ്ചിമേഷ്യൻ സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഗൾഫ് മേഖലയാണ്. ഇറാൻ ശക്തമായ ആക്രമണമാണ് ബഹ്റൈൻ, ദുബായ്, അബുദാബി പോലുള്ള രാജ്യങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് ഇവിടെ നടത്തുന്നത്. മാത്രമല്ല, ഈ യുദ്ധമാകട്ടെ കൂടുതലായി തന്നെ ബാധിച്ചിരിക്കുന്നതും ഈ രാജ്യങ്ങളെ തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള നിരുത്തരവാദപരമായ പ്രവൃത്തി കാരണം ഇപ്പോൾ വലിയ രീതിയിലാണ് പൗരന്മാർക്ക് പണി കിട്ടിയതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് ഇത്തരത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പകർത്തുകയോ അവ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നിരിക്കെയാണ് ഇപ്പോൾ ദുബായ്, ബഹ്റൈൻ അതുപോലെ ഇടങ്ങളിലുള്ള അവിടെ തിങ്ങിപ്പാർക്കുന്ന പൗരന്മാരാകട്ടെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദുബായ് ഇറാനിൽ നിന്നുള്ള ആക്രമണത്തിന്റെയും പ്രതിരോധത്തിന്റെയും ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച 45 പേർ അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിവിധ രാജ്യക്കാരായ പ്രവാസികളാണ് ഇതിൽ കൂടുതലായും അറസ്റ്റിലായിരിക്കുന്നത്. ഇവർക്കെതിരെ നിയമപരവും ഭരണപരവുമായ നടപടികൾ സ്വീകരിക്കും. ഇത്തരം സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ് എന്നിരിക്കെയാണ് ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അബുദാബി പോലീസ് ഈ 45-ലധികം വരുന്ന വ്യക്തികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അല്ലാതെ തന്നെ ഊഹാഭോഗങ്ങളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കരുത് എന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും എന്നതാണ് അബുദാബി പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇതിനു മുൻപേ തന്നെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാകുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. വെടിനിർത്തൽ കരാറിലേക്ക് കടക്കാൻ ഗൾഫ് രാജ്യങ്ങളും റഷ്യയും അവിടെ സമാധാന നീക്കങ്ങൾ നടത്തിവരികയാണ്. ഉപാധികൾ മുന്നോട്ട് വെച്ചതോടുകൂടി തന്നെ ഇറാനും ആ സമവായത്തിന് തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു തരത്തിലും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടിൽ നിന്ന് യുദ്ധപരിഹാരത്തിന് ഇറാൻ അവിടെ മുതിർന്ന ചില ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സമവായ നീക്കമാണ് നടത്തുന്നതെന്ന വിലയിരുത്തൽ പുറത്തുവരുന്നു. റംസാൻ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തന്നെ ഈദ് ദിവസങ്ങളിൽ താൽക്കാലിക വെടിനിർത്തലാണെങ്കിൽ പോലും അത് പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് പുരോഗമിക്കുന്നത്. US ഇറാൻ ആണവ ചർച്ചയ്ക്ക് മധ്യസ്ഥരായിരുന്ന ഒമാൻ വീണ്ടും സജീവമായി തന്നെ രംഗത്ത് വരികയും ചെയ്തു. ഭരണാധികാരികൾ ഹൈതം ബിൻ താരിഖ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെൻഷ്കിനുമായി തന്നെ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. മേഖലയിൽ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റഷ്യയുടെ ഇടപെടലുകളും നിർണായകമാണ് എന്നും പ്രസിഡന്റ് പുടിനും പെസെൻഷ്കിനുമായി ഫോണിൽ സംസാരിച്ചതായും ഒപ്പം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി തന്നെ പുടിൻ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈദ് ഗഹുകളും അവധിയും ഒക്കെയായി തന്നെ സജീവമാകേണ്ട പെരുന്നാൾ ദിനത്തിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതി ഉണ്ടാകരുത് എന്നതാണ് സൗദി അടക്കം ഗൾഫ് ഭരണാധികാരികളുടെ നിലപാട്. മറുവശത്ത് ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആഗ്രഹമായി തന്നെ വിലയിരുത്തുന്നത്. എന്നാൽ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുന്ന യുദ്ധം അധികം നീണ്ടുപോകരുത് എന്നതാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മേഖലയെ അസ്ഥിരമാക്കുന്ന യുദ്ധം എത്രയും വേഗം തന്നെ അവസാനിപ്പിക്കണം എന്നതാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ US പോലും ആവശ്യപ്പെട്ടതായി തന്നെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.